അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിശ്വാസികളെ, നാഥൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മയ്യത്തിനെ ചുംബിക്കാൻ പാടുണ്ടോ. മയ്യത്തിനെ ചുംബിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. മയ്യത്തിനെ ചുംബിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വൈകാരികമായ ചുംബനമാണ്, വേർപാടിന്റെ നൊമ്പരം എന്ന് നമുക്ക് പറയാം. പ്രിയപ്പെട്ട മാതാവിന്റെ അവസാന നോട്ടം, ആ മാതാവിലേക്കുള്ള അവസാന നോട്ടം ഇനി എനിക്ക് കാണുകയില്ലല്ലോ, മണ്ണറയിലേക്ക് പോവുകയാണല്ലോ, ഒന്ന് ഞാൻ ചുംബിക്കട്ടെ. അത് വേദന കൊണ്ട് പറയുന്നവരെ നമുക്ക് കാണാൻ കഴിയും. കടലോളം തനിക്കുവേണ്ടി ക്ഷമിച്ച പിതാവിന്റെ മുഖം ഇനി എനിക്ക് കാണാൻ കഴിയില്ലല്ലോ, ഞാൻ ചുംബിക്കട്ടെ. ഭാര്യ ഭർത്താവിനെയും ഭർത്താവും ഭാര്യയും മക്കളെ ചുംബിക്കുന്ന പിതാക്കൾ, അതുപോലെ മാതാക്കൾ ചുംബനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. കാരണം മറവ് ചെയ്താൽ ആ ശരീരം ഇനി നമുക്ക് സ്പർശിക്കാൻ പറ്റില്ല, നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ സ്നേഹനിധിയായ പ്രവാചകനെ കാണാൻ സിദ്ദീഖ് വന്നത് ആയിഷ ബീവി പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹിയായ ഹദീസിൽ കാണാൻ കഴിയും, ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. കുതിരപ്പുറത്ത് കയറി പള്ളിയിൽ വന്നു ജനങ്ങളോട് ഒന്നും സംസാരിക്കാതെ ആയിഷ ബീവിയുടെ വീട്ടിൽ വന്ന അദ്ദേഹം വസ്ത്രം കൊണ്ട് മൂടിയ നബിയെ സമീപിച്ച് പുണ്യ റസൂലിന്റെ മുഖത്ത് നിന്ന് വസ്ത്രം നീക്കി പുണ്യ റസൂലിനെ ചുംബിച്ചത് കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ചുംബിച്ചു എന്ന് മാത്രമല്ല, റബ്ബിന്റെ റസൂലിനെ പിന്നെ കരയുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നുണ്ട്, ചുംബിച്ചു കരഞ്ഞു എന്ന് മാത്രമല്ല, അവിടുന്ന് പറഞ്ഞു വേണ്ടി എന്റെ പിതാവിനെ സമർപ്പിക്കാൻ ഞാൻ ഒരുക്കമാണ്. അങ്ങേക്ക് രണ്ടു മരണത്തെ നാഥൻ സംഘടിപ്പിക്കില്ല, അങ്ങ് റബ്ബ് നിർബന്ധമാക്കിയ മരണം അവിടുന്ന് മരിച്ചിരിക്കും. ചുംബിച്ചതിന് തെളിവുണ്ടത് സ്നേഹ ചുംബനമാണ്. വേർപാടിന്റെ ദുഃഖത്തിന്റെ കണങ്ങൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിയപ്പോൾ ലോക നേതാവിനെ വിളിച്ചുവത്രേ, അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുഖം ചുംബിച്ചുവെത്രേ. ഭാഗ്യമുള്ള സിദ്ദീഖ് അവിടുന്ന് ചുംബിച്ചു എന്ന് മാത്രമല്ല, കരയുകയും ചെയ്തുവെന്ന്. അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചുംബിക്കാൻ പാടുണ്ട് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ചെറിയ ഒരു വിശദീകരണം നൽകുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ചുംബിക്കാൻ പാടുള്ളതും പാടില്ലാത്തതും ചുംബിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചും ഒരു ചെറിയൊരു വിശദീകരണം പറയാം. ഒന്ന് നാം മനസ്സിലാക്കുക. 6 രൂപത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. അതിൽ ഒന്നാമത്തേത് ഹറാമായ ചുംബനമാണ്. ഏതാണ് അത്? അന്യപുരുഷൻ അന്യസ്ത്രീയെയും അതുപോലെ അന്യസ്ത്രീ അന്യപുരുഷനെയും അവർ ചുംബിക്കൽ നിഷിദ്ധമാണ്. സോഷ്യൽ വർക്കിന്റെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ഒന്നിച്ചു പഠിച്ചതിന്റെ പേര് പറഞ്ഞ്, യാതൊരു മടിയുമില്ലാതെ സോഷ്യലിസത്തിന്റെ പേര് പറഞ്ഞ് പല തോന്നിവാസങ്ങളും കാട്ടിക്കൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ മരണപ്പെട്ടപ്പോൾ പോലും ഞാൻ അത്ര വലിയ അടുപ്പത്തിലായിരുന്നു എന്നുപോലും എനിക്കൊന്ന് ഒരിക്കലും അന്യപുരുഷൻ അന്യസ്ത്രീയെയും ജീവിതകാലത്തിൽ പാടില്ല, മരണപ്പെട്ടാലും പാടില്ല. അപ്പോൾ ആ ചുംബനം നിഷിദ്ധമായ ചുംബനമാണ്. 2, ചുംബിക്കാൻ സുന്നത്ത് ഒന്നുമില്ല, വെറുക്കപ്പെട്ട വിഷയമാണ്, കൂലി ലഭിക്കില്ല, എന്നാലും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഏതാണത്? കറാഹത്ത് എന്ന് പറയപ്പെടും. അറിയപ്പെട്ട തെമ്മാടിയെ കുടുംബക്കാർ അല്ലാത്തവർ ചുംബിച്ചാൽ അറിയപ്പെട്ട തെമ്മാടിയായിരിക്കാം, പക്ഷേ പിതാവായിരിക്കും. ഒരിക്കൽ ചുംബനം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ പിതാവ് ചുംബിച്ചു പോകും. പക്ഷേ കുടുംബക്കാർ അല്ലാത്ത ആളുകൾ അറിയപ്പെട്ട വലിയ ഒരു തെമ്മാടിയെ ചുംബിക്കൽ അത് കറാഹത്താണ്. പക്ഷേ ഹറാം ഒന്നും പറഞ്ഞിട്ടില്ല, അത് നല്ലതല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുടുംബക്കാർക്ക് ഒരു പ്രശ്നവുമല്ല. മൂന്നാമത് പറയുന്നത് അനുവദനീയമാണ്. കുടുംബക്കാർ സ്നേഹിതന്മാർ തുടങ്ങിയവർ ചുംബിക്കൽ. ബഹുമാനപ്പെട്ട ഇമാം റംലി വീക്ഷണപ്രകാരം ഇത് അനുവദനീയം മാത്രമല്ല, സുന്നത്തു കൂടിയാണെന്ന് പറയുന്നുണ്ട്. 4, സുന്നത്തായ ചുംബനമുണ്ട്. ഏത് എന്നറിയാമോ? ബർക്കത്തിനു വേണ്ടി സജ്ജനങ്ങളായ സ്വാലിഹായ ആളെ ചുംബിക്കൽ. ആലിമായ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ നല്ല മനുഷ്യന്റെ ബറക്കത്ത് കിട്ടാൻ ചുംബിക്കൽ സുന്നത്തുണ്ട്. ഇനി 5-മത്തേത്, നല്ലതല്ലാത്തതും ബർക്കത്ത് ഉദ്ദേശിച്ചില്ലാതെ മയ്യത്തിന്റെ കുടുംബവും കൂട്ടുകാരും എല്ലാത്ത കുറച്ചുപേർ ചുംബിക്കൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഒന്ന് ചുംബിക്കൽ. 6, മുബാഹ് നന്മ കൊണ്ടും തിന്മ കൊണ്ടും അറിയപ്പെടാത്തവരെ ചുംബിക്കൽ. എങ്ങനെയെന്ന് പറഞ്ഞാൽ നല്ല ആളാണോ മോശമായ ആളാണോ എന്നറിയാതെ മയ്യത്തിനെ ചുംബിക്കൽ എന്നു പറയുന്നത് അന്യസ്ത്രീയും അന്യപുരുഷനെയും ചുംബിക്കലാണ് നിഷിദ്ധമായിട്ടുള്ളത്. അടുത്ത കുടുംബക്കാർ, ഭാര്യ, ഭർത്താക്കന്മാർ, ഉപ്പ, മക്കൾ ചുംബിക്കുന്നതിന് വിരോധമില്ല. ഇതൊക്കെ സുന്നത്തുള്ള ഒരു വിഷയമാണ്, പഠിച്ചു വെക്കുക. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും അറിയിച്ചു കൊടുക്കുക. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ